കൊലപാതകത്തെക്കുറിച്ച് സമൂഹ മാധ്യമത്തിൽ പോസ്റ്റിട്ടതിന് മാധ്യമപ്രവർത്തകരടക്കം 5 പേർക്കെതിരെ കേസെടുത്ത് ഉത്തർപ്രദേശ് പോലീസ്. കഴിഞ്ഞ ദിവസം ഷാംലി ജില്ലയിൽ മുസ്ലിം യുവാവ് മർദ്ദനത്തിനിരയായി കൊല്ലപ്പെട്ടിരുന്നു. ഇത് സംബന്ധിച്ച് സമൂഹ മാധ്യമത്തിൽ എഴുതിയതിനാണ് മാധ്യമപ്രവർത്തകരായ സാക്കിർ അലി ത്യാഗി, വസീം അക്രം ത്യാഗി എന്നിവർക്കെതിരെയും ആസിഫ് റാണ, സെയ്ഫ് അലഹബാദി, അഹമ്മദ് റസാഖാൻ എന്നിവർക്കെതിരെയും കേസെടുത്തത്. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 196 പ്രകാരം വിവിധ വിഭാഗങ്ങൾക്കിടയിൽ ശത്രുത പരത്തുക, സെക്ഷൻ 353 പ്രകാരം പൊതുദ്രോഹത്തിന് കാരണമാകുന്ന പ്രസ്താവനകൾ നടത്തുക എന്നീ കുറ്റങ്ങളാണ് 5 പേർക്കെതിരെയും ചുമത്തിയത്. ഷാംലി ജില്ലയിലെ ജലാലാബാദ് നഗരത്തിൽ ഫിറോസ് എന്ന കലാ ഖുറൈശി ആൾക്കൂട്ട ആക്രമണത്തിന് ഇരയായി കൊല്ലപ്പെട്ടതായി സാക്കിർ അലി ത്യാഗി സമൂഹ മാധ്യമത്തിൽ പോസ്റ്റ് ഇട്ടിരുന്നു. ഖുറൈശിയെ മർദ്ദിച്ചവരുടെ പേര് വിവരങ്ങളും അദ്ദേഹം പങ്കുവച്ചു. ഖുറൈശിയുടെ കുടുംബം നൽകിയ പരാതിയുടെ ഫോട്ടോയും ഇതോടൊപ്പം ഉണ്ടായിരുന്നു. ഒരു സംഘം ആളുകൾ മർദ്ദിച്ചതാണ് മരണത്തിന് കാരണമെന്ന് പരാതിയിൽ പറയുന്നുണ്ട്. ആര്യനഗർ മേഖലയിൽ ഖുറൈശി ജോലിക്ക് വേണ്ടി പോയതാണെന്നാണ് കുടുംബം പറയുന്നത്. മർദ്ദനത്തിന് ഇരയായ ഇയാളെ ചിലർ ചേർന്ന് രക്ഷിച്ച് വീട്ടിലെത്തിച്ചെങ്കിലും രാത്രി 11ഓടെ മരിച്ചെന്നും കുടുംബം പറയുന്നു. ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 105 പ്രകാരം അജ്ഞാതർക്കെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യാ കുറ്റമാണ് ചുമത്തിയിട്ടുള്ളത്. സംഭവത്തിൽ പ്രതികരിച്ച 5 പേർക്കെതിരെ താനാഭവൻ പോലീസ് കേസെടുത്തെന്ന് ഷാംലി SP അഭിഷേക് പറഞ്ഞതായി Scroll.in റിപ്പോർട്ട് ചെയ്യുന്നു. ഖുറൈശിയുടെ കേസ് ആൾക്കൂട്ട കൊലപാതകമല്ല. വീട്ടിൽ കയറിയ യുവാവിനെ ഏതാനും പേർ ചേർന്ന് മർദ്ദിക്കുകയായിരുന്നു. പക്ഷേ അദ്ദേഹം സ്വന്തം വീട്ടിൽ വെച്ചാണ് മരിച്ചത്. തങ്ങൾ പോസ്റ്റ്മോർട്ടം നടത്തിയെന്നും SP അഭിഷേക് വ്യക്തമാക്കുന്നു. ആൾക്കൂട്ട ആക്രമണത്തിൽ ഖുറൈശി കൊല്ലപ്പെട്ടെന്ന് സമൂഹ മാധ്യമത്തിൽ ആരോപിച്ചതിനെതിരെ ഒരാൾ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് 5 പേർക്കെതിരെ കേസെടുത്തത്. ഖുറൈശി തങ്ങളുടെ വീട്ടിൽ കയറിയെന്ന് സംശയിച്ച് പ്രത്യേക സമുദായത്തിൽപ്പെട്ടവർ മാരകമായി മർദ്ദിക്കുകയായിരുന്നുവെന്ന് പോസ്റ്റിൽ പറയുന്നതായി പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നു. ഈ പോസ്റ്റുകൾ ഒരു പ്രത്യേക വിഭാഗത്തിനിടയിൽ വെറുപ്പും രോഷവും ഉണ്ടാക്കിയെന്നും പരാതിയിലുണ്ട്. ഖുറൈശിയുടേത് ആൾക്കൂട്ട കൊലപാതകമല്ലെന്ന് ഷാംലി പോലീസും പറയുന്നു. സാക്കിർ അലിയും മറ്റുള്ളവരും ഈ ആരോപണം ഉന്നയിച്ചത് വർഗീയ വിദ്വേഷം വളർത്തുകയെന്ന ലക്ഷ്യത്തോടെയാണെന്നും പോലീസ് സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചു. കേന്ദ്രത്തിൽ പുതിയ സർക്കാർ വന്നതോടെ ദിവസവും മുസ്ലിങ്ങൾ ആൾക്കൂട്ട കൊലപാതകത്തിന് ഇരയാവുകയാണെന്ന് സാക്കിർ അലി ത്യാഗി പറയുന്നു. കേസെടുത്ത് തന്നെയും ഭീഷണിപ്പെടുത്തുകയാണ്. മുസ്ലിങ്ങൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെ സംസാരിക്കുന്ന മാധ്യമപ്രവർത്തകരെയും പൗരന്മാരെയും നിശബ്ദരാക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും സാക്കിർ അലി കൂട്ടിച്ചേർത്തു. നേരത്തെയും സാക്കിറിനെതിരെ വിവിധ കേസുകൾ UP പോലീസ് ചുമത്തിയിട്ടുണ്ട്. 2017 2 ഫേസ്ബുക്ക് പോസ്റ്റുകളുടെ പേരിൽ ഇദ്ദേഹത്തെ UP പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. അതിലൊന്ന് മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ യോഗി ആദിത്യനാഥിന്റെ ക്രിമിനൽ റെക്കോർഡ് സംബന്ധിച്ച തമാശ പങ്കുവെച്ച പോസ്റ്റായിരുന്നു. അന്ന് 42 ദിവസം ജയിലിൽ കഴിയേണ്ടി വന്നിരുന്നു. 2020 ഓഗസ്റ്റിൽ ഗോവധം ആരോപിച്ചും സാക്കിറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. UPയിൽ 10 വർഷം വരെ തടവ് ലഭിക്കാവുന്ന കുറ്റമാണ് ഗോവധം. എന്നാൽ കുറ്റം സാക്കിർ നിഷേധിച്ചിരുന്നു. മാധ്യമപ്രവർത്തകനായതിനാലും ശബ്ദമില്ലാത്തവരുടെ ശബ്ദം ഉയർത്തിയതിനും തന്നെ ആക്രമിക്കുകയും ജയിലിൽ അടക്കുകയും ചെയ്തു. ഞങ്ങൾ ഈ ഭീഷണിയെ ഭയക്കുകയോ ആരുടെയും മുന്നിൽ തല കുനിക്കുകയോ ചെയ്യില്ല. പക്ഷേ അടിച്ചമർത്തലിനെതിരെ എഴുതുന്നത് തുടരുമെന്നും സാക്കിർ അലി പറഞ്ഞു. അതേസമയം ആൾക്കൂട്ട കൊലപാതകം സംബന്ധിച്ച് പോസ്റ്റിട്ട 5 പേർക്കെതിരെ കേസെടുത്തതിനെ വിമർശിച്ച് അസദുദ്ദീൻ ഉവൈസി MP രംഗത്ത് വന്നിട്ടുണ്ട്. ഇതുകൊണ്ടാണ് പുതിയ ക്രിമിനൽ നിയമങ്ങളെ ലോക്സഭയിൽ എതിർത്തതെന്നും സത്യം പറയുന്നവർക്കെതിരെ ദുരുപയോഗം ചെയ്യാനാണ് അവ ഉപയോഗിക്കുകയെന്നും ഉവൈസി Xൽ കുറിച്ചു.